ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബോർ മോഡൽ ഓഫ് ആറ്റം അനുസരിച്ച് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആറ്റത്തിൻ്റെ നടുവിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ആറ്റത്തിന് ചുറ്റും എനർജി ലെവലുകളുണ്ട്. ആ എനർജി ലെവലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെല്ലുകൾ. 4 ഷെല്ലുകളെ കുറിച്ച് കഴിഞ്ഞ വർഷം പഠിച്ചു. ആ ഷെല്ലുകളുടെ പേര് കെ, എൽ, എം, എൻ ഇങ്ങനെയാണ്. 4 ഷെല്ലുകൾ കെ, എൽ, എം, എൻ. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ഇരിക്കുന്നത്. ഓരോ ഷെല്ലിലും പരമാവധി എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കെ ഷെല്ലിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതുപോലെ എൽ ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺ. കെ, എൽ, എം, എൻ എന്നിങ്ങനെ 4 ഷെല്ല്. കെ ഷെല്ലിൽ 2, 8, 18, 32. ഇനി ഈ ഇലക്ട്രോണുകളുടെ എനർജിയെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ എനർജി കൂടി വരും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ എനർജി കൂടി വരും. അതുപോലെ തന്നെ അകലം കൂടുന്തോറും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ എനർജി കൂടി വരും. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരും. ഇനി ഈ ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകളുണ്ട് അതിൻ്റെ എണ്ണം അനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നുള്ളത് ഓൾറെഡി പഠിച്ചതാണ്. കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. Na എന്ന് പറയുന്ന ഒരു മൂലകം സോഡിയമാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പറാണ് 11. നമുക്കറിയാം ആറ്റോമിക് നമ്പറും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ ഈ 11 ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഇതിൽ വിന്യസിച്ചിരിക്കുന്നത്, ഷെല്ലുകളിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണാം. 2, 8, 1. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ബാക്കി വന്ന 1 ഇലക്ട്രോൺ എം ഷെല്ലിലോട്ട് കൊടുത്തു. വേറൊരെണ്ണം നോക്കാം. ആർഗൺ. ആർഗണിൻ്റെ 18 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2, 8, 8. അതായത് ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ നമ്പർ കിട്ടണം. ഇതാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. അതേ നമ്പർ ഇലക്ട്രോണുകളായിരിക്കണം ഇവിടെ വരേണ്ടത്. ഒരെണ്ണം കൂടെ നോക്കാം. പൊട്ടാസ്യം. 19 ആണ് പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ 2, 8, 8, 1 ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. ഇപ്പോൾ ബോർ മോഡൽ അനുസരിച്ച് ഇത് തെറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം എം ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾ കൊള്ളും. അപ്പോൾ നമുക്ക് ഇതിന് പകരം എങ്ങനെ എഴുതാം? 2, 8, 9 എന്നെഴുതാം. പക്ഷെ ഇത് തെറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത് ബോർ മോഡലിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ തന്നെ അതുകൊണ്ട് ആറ്റത്തിൻ്റെ മോഡലിനെ കുറിച്ചും ഇലക്ട്രോണുകളെ കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടന്നു. അപ്പോഴാണ് നമ്മൾ സബ്ഷെൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് എത്തുന്നത്. ഈ വർഷം നമുക്ക് സബ്ഷെല്ലുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സബ്ഷെല്ലുകൾ വരുന്നത്, ഏതൊക്കെയാണ് സബ്ഷെല്ല് എന്നുള്ളത് നമുക്ക് നോക്കാം.
നമുക്കറിയാം ഷെല്ലുകൾ ഏതൊക്കെയാണ്? കെ, എൽ, എം, എൻ ആണ് ഷെല്ലുകൾ. ഈ ഷെല്ലുകൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ എനർജി ലെവലുകളാണ്. ഈ പ്രിൻസിപ്പിൾ എനർജി ലെവലിന് താഴെ സബ് എനർജി ലെവലുകൾ വരുന്നുണ്ട്. ആ സബ് എനർജി ലെവലിനെ വിളിക്കുന്ന പേരാണ് സബ് ഷെൽ. സബ് ഷെല്ലുകൾ 4 എണ്ണമാണ് ഉള്ളത്. എസ്, പി, ഡി, എഫ്. ഇതാണ് 4 സബ് ഷെല്ലുകൾ. ഷെല്ലുകളെല്ലാം നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതേസമയം സബ് ഷെല്ലുകൾ സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ SPDF ഏതൊക്കെ സബ് ഷെല്ലുകൾ ഏതൊക്കെ ഷെല്ലിലാണുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഷെൽ നമ്പർ നോക്കണം. നമുക്കറിയാം K എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ലാണ്. അതിൻ്റെ ഷെൽ നമ്പർ 1 ആയിരിക്കും. Lൻ്റെ ഷെൽ നമ്പർ 2 ആണ്. എമ്മിൻ്റെ 3 ആണ്. എന്നിൻ്റെ 4 ആണ്. ഷെൽ നമ്പറുകളാണിത്. ഷെൽ നമ്പർ. ഷെൽ നമ്പർ എത്രയാണോ അത്രയും എണ്ണം സബ് ഷെല്ലുകളായിരിക്കും ആ ഷെല്ലിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ K എന്ന് പറയുന്ന ഷെല്ലിൻ്റെ ഒരു സബ് ഷെല്ലേ ഉണ്ടായിരിക്കുള്ളൂ. ആ സബ് ഷെല്ലാണ് എസ്. എല്ലിൻ്റെ ഷെൽ നമ്പർ 2 ആണ്. അപ്പോൾ അതിനകത്ത് 2 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും, എസും പിയും. എമ്മിലപ്പോൾ സ്വാഭാവികമായിട്ട് 3 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും, എസ്, പി, ഡി. എന്നിൽ എസ്, പി, ഡി, എഫ്. ഇതാണ് സബ് ഷെല്ലുകളുടെ എണ്ണം, ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം. ഇനി ഇതിൽ കോമൺ ആയിട്ട് എല്ലാ ഷെല്ലിലുമുള്ള കോമൺ ആയിട്ടുള്ള സബ് ഷെല്ലാണ് എസ്. ഇനി ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺസ് വെച്ച് കൊള്ളും നമുക്കറിയാം. കെയിൽ 2, 8, 18, 32. അതുപോലെ ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതം കൊള്ളും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എസ് എന്ന് പറയുന്ന സബ് ഷെല്ല്, കെ ഷെല്ലിൽ ആകെപ്പാടെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, എസ് ആണ്. അപ്പോൾ കെയിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2. ആ 2 ഇലക്ട്രോണുകൾ തന്നെയാണ് എസ് സബ് ഷെല്ലിൽ കൊള്ളുക. ഈ ഇലക്ട്രോണുകളുടെ എണ്ണം നാം സബ് ഷെല്ലിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെയായിട്ടാണ്. S2 റൈറ്റ് സൈഡിൽ മുകളിലായിട്ടാണ് നമ്മൾ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുക. അപ്പോൾ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ കൊള്ളും. അത് നമ്മൾ ഇവിടെ എഴുതും. അതിപ്പോൾ എല്ലിലായാലും എമ്മിലായാലും എന്നിലായാലും ഏത് ഷെല്ലിലുള്ള എസ് ആയാലും പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആയിരിക്കും. അപ്പോൾ S2. ഇനി പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? നമുക്കറിയാം എല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. അതിൽ 2 ഇലക്ട്രോൺ ഓൾറെഡി എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 ഇലക്ട്രോണുകൾ പി സബ് ഷെല്ലിൽ കൊള്ളും. അത് ഇവിടെയും എം ഷെല്ലിലും പിയിൽ 6 ആണ്. എൻ ഷെല്ലിലായാലും പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഡി സബ് ഷെല്ലിൽ എത്രയായിരിക്കും? ഇവിടെ ഓൾറെഡി 8 ഇലക്ട്രോണുകൾ എസിലും പിയിലും ആയിട്ട് പോയി കഴിഞ്ഞു. ബാക്കി 18 എത്രയുണ്ടാവും? 10 ഇലക്ട്രോൺ. അതാണ് ഡി സബ് ഷെല്ലിലുള്ള. ഇവിടെ ആയാലും 10 ഇലക്ട്രോണുകളാണ് ഡി സബ് ഷെല്ലിൽ ഉണ്ടാവുക. ഇവിടെ അതുപോലെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോണുകളായിരിക്കും കൊള്ളുക. അപ്പോൾ എസിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, പി സബ് ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകൾ 6, ഡി സബ് ഷെല്ലിൽ കൊള്ളുന്നത് 10 ഇലക്ട്രോൺ, എഫ് സബ് ഷെല്ലിൽ കൊള്ളുന്നത് 14 ഇലക്ട്രോൺ. അപ്പോൾ ഈ എസ് പി ഒക്കെ കോമൺ ആയിട്ട് പല ഷെല്ലുകളിലുണ്ട്. അപ്പോൾ ഏത് ഷെല്ലിൽ പെട്ട എസ് ആണ് അല്ലെങ്കിൽ ഏത് ഷെല്ലിൽ പെട്ട പി ആണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഷെൽ നമ്പറും കൂടെ ഈ സബ് ഷെല്ലുകളുടെ കൂടെ ചേർക്കും. അത് നമ്മൾ ആഡ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. കെയിലത്തെ എസ് സബ് ഷെല്ലിനെ നമ്മൾ 1s2 എന്നാണ് ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുക. 1s2. ഈ 1 എന്ന് പറയുന്നത്
ഷെൽ നമ്പർ ആണ്. ഈ 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. 1s2. ഇനി L എന്ന് പറയുന്ന ഷെല്ലിൽ എസും പിയും ഉണ്ട്. ഇതിന് നമ്മൾ ഷെൽ നമ്പർ നമുക്കറിയാം 2 ആണ്. അപ്പോൾ നമ്മളിവിടെ 2 എന്ന് എഴുതും. 2s2. അതുപോലെ തന്നെ 2p6. ഇവിടെ എന്ത് വരും? 3s2, 3p6, 3d10. അതുപോലെ 4s2, 4p6, 4d10, 4f40. അപ്പോൾ ഇത് ഷെൽ നമ്പർ ആണ്. ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയതുപോലെ ഇനി എന്ത് എഴുതാം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കുറച്ച് എക്സാമ്പിളുകൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതാന്നുള്ളത് നോക്കാം. 1s1 എന്ന് വരും. അതുപോലെ ഹീലിയം. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അതെങ്ങനെ വരും? 1s2 എന്ന് വരും. അതുപോലെ ലിഥിയം. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. 1s2. ബാക്കിയുള്ള ഇലക്ട്രോൺ അടുത്ത ഷെല്ലിലോട്ട് പോകും. 2s1. ഇനി ബെറിലിയം 4 ആണ് ആറ്റോമിക് നമ്പർ. 1s2, 2s2 എന്ന് വരും. ബോറോൺ 5 ആണ് ആറ്റോമിക് നമ്പർ. 1s2, 2s2. ഒരു ഇലക്ട്രോൺ ഉണ്ട്. അത് അടുത്ത ഈ രണ്ടാമത്തെ ഷെല്ലിലുള്ള അടുത്ത സബ് ഷെല്ലിലോട്ട് പോകും. അത് 2p1 എന്ന് വരും. കാർബൺ 6 ആണ് ആറ്റോമിക് നമ്പർ. 1s2, 2s2, 2p2 എന്ന് വരും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ. ആ ടേബിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ടേബിൾ. ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും 7 തന്നെയായിരിക്കും. 1s2, 2s2, 2p3 എന്നാണ് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണവും 9 തന്നെ. 1s2, 2s2. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ. 4 ഇലക്ട്രോൺ ഇവിടെ ഫില്ലായി. ബാക്കിയുള്ള 5 ഇലക്ട്രോൺ 2p5 എന്ന് വരും. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും 11 തന്നെ. 1s2, 2s2, 2p6. 10 ഇലക്ട്രോൺ ഫില്ലായി. ബാക്കിയുള്ള 1 ഇലക്ട്രോൺ ഇവിടെ വരും. അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13. അപ്പോൾ അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 13. 1s2, 2s2, 2p6, 3s2. 12 ഇലക്ട്രോൺ ഫില്ലായി. ബാക്കിയുള്ള ഇലക്ട്രോൺ ഒരെണ്ണം 3p1 എന്ന് വരും. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 17 തന്നെ. 1s2, 2s2, 2p6, 3s2. ഇനി മുന്നോട്ട് എഴുതുന്തോറും എത്ര ഇലക്ട്രോണുകൾ ഫില്ലായി കഴിഞ്ഞു എന്ന് നമ്മൾ നോക്കണം. ബാക്കി എത്ര ഇലക്ട്രോൺ ഇനി ഫില്ലാവാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ്
നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 12 ഇലക്ട്രോൺ ഇതിൽ ഫില്ലായി. ബാക്കിയുള്ള 5 ഇലക്ട്രോണാണ് 3p5 എന്ന് വരുന്നത്. ആർഗണിൻ്റെ 18 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണവും 18 തന്നെ. 1s2, 2s2, 2p6, 3s2, 3p, ബാക്കിയുള്ള 6 ഇലക്ട്രോണുകൾ 3p6 ഇങ്ങനെ വരും. ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ടുള്ള രീതി. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. K19 ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2, 8, 8, 1 എന്നാണ്. ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച രീതി അനുസരിച്ച് നിങ്ങൾ നോർമലി എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? 1s2, 2s2, 2p6, 3s2, 3p6. ഇനി അടുത്ത ഒരു ഇലക്ട്രോൺ എങ്ങനെ എഴുതും? 3d1 എന്ന് പറഞ്ഞിട്ട് എഴുതും. പക്ഷേ ഇത് തെറ്റാണ്. ശരിയായിട്ടുള്ള രീതി നിങ്ങൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. ആദ്യത്തെ K ഷെല്ലിൽ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, അത് കറക്റ്റാണ്. L ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അതും 6, 2, 8 ഇലക്ട്രോൺ കറക്റ്റാണ്. M ഷെല്ലിൽ 8 ഇലക്ട്രോൺ. നമ്മളോട് നോക്കൂ, M ഷെല്ലിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? 8, 1, 9 ഇലക്ട്രോൺ ആണ്. അപ്പോൾ അവിടെ ഒരു മിസ്മാച്ച്. പിന്നെ അടുത്ത ഒരു N ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്, അത് ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു ഇത് തെറ്റാണ്. ഇതനുസരിച്ച് ഇത് തെറ്റാണ്. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ എഴുതും? K19ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ N ഷെല്ലിലോട്ടാണ്. 4s1 എന്നാണ് വരിക. ഇതാണ് ശരിയായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിന് കാരണം നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ എനർജി കൂടിക്കൂടി വരും. അപ്പോൾ ഇലക്ട്രോണുകളുടെ എനർജിക്ക് അനുസരിച്ച് ഈ സബ്ഷെല്ലുകളുടെ ക്രമത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എങ്ങനെയാണ്? 1s less than, 2s less than, 2p less than, 3s less than, 3p less than, 4s less than, 3d. ഇവിടെയാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. 3p കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4s ആണ്. അത് കഴിഞ്ഞിട്ടാണ് 3dയിലോട്ട് ഇലക്ട്രോൺസ് പോവുക. അതിനർത്ഥം 3dയേക്കാളും എനർജി കുറവാണ് 4sന്. അപ്പോൾ 3pയിൽ 6 ഇലക്ട്രോൺ ഫില്ലായി. പിന്നെ ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടേക്ക് പോകും? 4sലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി ഉണ്ടെങ്കിലാണ് 3dയിലോട്ട് പോകുക. അപ്പോൾ ഇലക്ട്രോണുകളുടെ ആ ഒരു ക്രമം, സബ്ഷെല്ലുകളുടെ ക്രമം വരുന്നത് ഈ രീതിയിലാണ്. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. സ്കാൻഡിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ 21 ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6. അപ്പോൾ 18 ഇലക്ട്രോൺ ഫില്ലായി. ഇനിയുള്ള ഇലക്ട്രോൺ 4s2വിലോട്ട് പോയി. ഇനിയും ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്, അതാണ് ഇങ്ങോട്ട് പോവുള്ളൂ. 3d1 എന്ന് വരുള്ളൂ. അപ്പോൾ 3p കഴിഞ്ഞിട്ട് 3pയിൽ 6 ഇലക്ട്രോൺ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോണുകൾ 4sലോട്ട് പോകും. അതും കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് അടുത്ത 3dയിലോട്ട് ഇലക്ട്രോൺസ് വരിക. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതാന്നുള്ളത് നമ്മൾ കുറേ എക്സാമ്പിളുകൾ നോക്കി ഇപ്പം മനസ്സിലായി. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ വലിയ സംഖ്യ വരുമ്പോൾ
ഇതങ്ങനെ ചുരുക്കി എഴുതാൻ, അങ്ങനെ നീളത്തിൽ എഴുതാതെ ചുരുക്കി എഴുതാനായിട്ടുള്ളതാണ് വേറൊരു മെത്തേഡ്. ആ മെത്തേഡ് എഴുതാനായിട്ട് നമ്മൾ അറിയേണ്ടത് 3 നോബിൾ ഗ്യാസുകളെ കുറിച്ചാണ്. നോബിൾ ഗ്യാസ് എന്താണെന്ന് നമുക്കറിയാം. പീരിയോഡിക് ടേബിളിന്റെ അവസാനത്തെ ഗ്രൂപ്പിൽ വരുന്നതെല്ലാം നോബിൾ ഗ്യാസുകളാണ്. അതൊക്കെ ഹൈലി സ്റ്റേബിൾ ആണ്, റിയാക്ഷനുകളിലൊന്നും പങ്കെടുക്കില്ല. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് 3 നോബിൾ ഗ്യാസ് ആണ്. അതിൽ ആദ്യത്തേതാണ് ഹീലിയം, ആറ്റോമിക് നമ്പർ 2 ആണ്. പിന്നെ നിയോൺ, ആറ്റോമിക് നമ്പർ 10 ആണ്. പിന്നെ ഉള്ളത് ആർഗൺ, 18 ആണ് ആറ്റോമിക് നമ്പർ. ഈ 3 നോബിൾ ഗ്യാസുകളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ എന്ത് വരും? 1s2 എന്ന് വരും. നിയോണിന്റെ ആണെങ്കിൽ 1s2, 2s2, 2p6 എന്ന് വരും. ആർഗണിന്റെ 1s2, 2s2, 2p6, 3s2, 3p6 എന്നാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ നമുക്കൊരു എലമെന്റ് തരാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കാൻഡിയം തന്നെ എടുക്കുകയാണ്. സ്കാൻഡിയത്തിനെ നമ്മൾ എങ്ങനെ ചെറുതാക്കി എഴുതും, ചുരുക്കി എഴുതും എന്ന് നോക്കാം. സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 21 ആണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് വരുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? ആർഗൺ ആണ് വരുന്നത്. ആർഗണിന്റെ ഇതിനേക്കാളും ചെറുതാണ്, 18 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ നമ്മൾ ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഇതിനോട് തുല്യമാണ്. ഇതും ഇതും സെയിം ആണ് അല്ലെ? ഇവിടം വരെ ആർഗണിന്റെ അതേ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് സ്കാൻഡിയത്തിന്റെ ഇത്രയും ഭാഗം. അപ്പൊ ആ ഒരു ഭാഗത്തിന് പകരമായിട്ട് നമ്മൾ എന്ത് എഴുതും? ആർഗണെന്ന് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതും. നമ്മൾ സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത്രയും ഭാഗത്തിന് പകരം നമ്മൾ ആർഗണെന്ന് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഈ ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗം നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതും. 4s2, 3d1. നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കണം. ആർഗൺ 3d1 4s2 എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചുരുക്കി എഴുതുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പൊ നമ്മൾ ആർഗൺ ആണ് എടുത്തത്. അതുപോലെ നമുക്ക് തരുന്ന ആറ്റോമിക് നമ്പർ എത്രയാണോ, എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണോ അതിനേക്കാൾ ചെറുതായിട്ടുള്ള നോബിൾ ഗ്യാസ് സെലക്ട് ചെയ്യുക. ആ നോബിൾ ഗ്യാസിന്റെ പേര് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എഴുതുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതാണ് ടെക്സ്റ്റിലുള്ള ടേബിൾ. ഇത് ഫില്ല് ചെയ്യണത് എങ്ങനെയാണ്? ഒരെണ്ണം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ നമ്മൾ നോക്കി. സ്കാൻഡിയം 21 നമ്മൾ ആർഗൺ വെച്ചിട്ട് ചുരുക്കി എഴുതി. ഇനി അതുപോലെ കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ തന്നിരിക്കുന്നത് 20 ആണ്. 20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? നമ്മൾ ആർഗൺ തന്നെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. ആർഗണിനകത്ത് 18 ഇലക്ട്രോൺ ഓൾറെഡി ഫില്ലായി. ബാക്കി 2 ഇലക്ട്രോൺ ആണുള്ളത്. അത് പിന്നെ ആർഗണിന്റെ 3p6 അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? 4s ആണ് സ്റ്റാർട്ട് ചെയ്യുക. 4s2 എന്ന് വരും. മഗ്നീഷ്യത്തിന്റെ 12 ആണ് ആറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ ഏത് സെലക്ട് ചെയ്യും? നിയോൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസ് ആണ് സെലക്ട് ചെയ്യുക. 10 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ നിയോൺ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതും. ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്. അതെവിടെ വരും? 2p6ലാണ് നിയോൺ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി അടുത്ത 2 ഇലക്ട്രോൺ 3s2 വരും. കൊബാൾട്ടിന്റെ 27 ആണ്. 27 എന്ന് പറയുമ്പോൾ നമ്മൾ ആർഗൺ തന്നെയാണ് എടുക്കുക. ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. 18 ഇലക്ട്രോൺസ് ഫില്ലായി. ബാക്കിയുള്ളത് 4s2, പിന്നെയുള്ള 7 ഇലക്ട്രോൺ 3d7 എന്ന് വരും. സിങ്കിന്റെ 30 ആണ് ആറ്റോമിക് നമ്പർ. അതിൽ നമ്മൾ ആർഗൺ തന്നെയാണ് സെലക്ട് ചെയ്യുക. ആർഗൺ 4s2, ബാക്കിയുള്ള 10 ഇലക്ട്രോൺസ്
3d10 എന്ന് വരും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചുരുക്കി എഴുതാനായിട്ടുള്ള മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. അത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കാണുന്ന ഒരു കാര്യമാണ്. അടുത്ത ടോപ്പിക്ക് അതെന്താ നമുക്ക് നോക്കാം. സ്കാൻഡിയം 21 തുടങ്ങി സിങ്ക് 30 ഇതിനിടയിലുള്ള സബ്ഷെൽ ഇലക്ട്രോൺ എല്ലാ എലമെന്റിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതി നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെ നോക്കുമ്പോൾ അതിനിടയിൽ രണ്ടെണ്ണത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ രണ്ടെണ്ണം ക്രോമിയം ആൻഡ് കോപ്പർ ആണ്. ക്രോമിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. കോപ്പറിൻ്റേത് 29 ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം ക്രോമിയം നോക്കാം. ക്രോമിയത്തിൻ്റെ 24 ആറ്റോമിക് നമ്പർ വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d4. ഇങ്ങനെയാണ് ഇത്രയും പഠിച്ചതിനനുസരിച്ച് നമ്മൾ എഴുതുക. പക്ഷേ ഈ രീതി തെറ്റാണ്. ശരിക്കും ഉള്ള രീതിയിൽ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 4s1 3d5 എന്നാണ് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ടുള്ള ശരിയായിട്ടുള്ള രീതി. കോപ്പറിൻ്റെയും കൂടെ എങ്ങനെയാ പറഞ്ഞാൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിനുള്ള റീസൺ പഠിക്കാം. കോപ്പറിൻ്റെ 29 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d9 എന്ന് നമ്മൾ സാധാരണ രീതിയിൽ എഴുതും. പക്ഷെ ഇവിടെയും അത് തെറ്റാണ്. ശരിക്കുള്ള രീതി വരുന്നത് 1s2 2s2 2p6 3s2 3p6 4s1 3d10. ഇതാണ് ശരി. ഇതിന്റെ കാരണമായിട്ട് പറയുന്നത് നമുക്കറിയാം ഡി സബ്ഷെല്ലിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അപ്പോൾ ഡി സബ്ഷെല്ല് ഒന്നുകിൽ ഹാഫ് ഫിൽഡ് അതായത് 5 എണ്ണം അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് 10 ഇലക്ട്രോൺ അങ്ങനെയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എലമെന്റിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് എങ്ങനെ വരുന്നത്, ഈ ഫോറസിൽ നിന്നും ഒരു ഇലക്ട്രോൺ കൊടുത്തിട്ട് നമ്മളിവിടെ 3d10 ആക്കുന്നതും ഇവിടെ 3d5 ആക്കുന്നതും. അപ്പോൾ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 5 ഇലക്ട്രോണോ അല്ലെങ്കിൽ 10 ഇലക്ട്രോണോ ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡോ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എലമെന്റുകൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ 4s1 3d5 എന്നും ഇവിടെ 4s1 3d10 എന്നും ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസിൽ വരുന്നത്. ഈ 2 കേസുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇത് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. എക്സാമിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഡി സബ്ഷെല്ലിന്റെ പോലെ തന്നെ നമുക്കറിയാം എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം കൊള്ളാവുന്നത് 14 ഇലക്ട്രോണുകളാണ്. അതിൻ്റെ നിങ്ങൾക്ക് എക്സാമ്പിളുകളൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിൻ്റെ കേസിലും ഇതിങ്ങനെ F14 അല്ലെങ്കിൽ F7 ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എലമെന്റുകൾക്കും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ അധികമായിട്ടില്ല, എക്സാമ്പിളുകളൊന്നും ചെയ്യാനില്ല. ക്രോമിയോ കോപ്പറും അതും ശരിയായിട്ടുള്ള രീതി മാത്രം പഠിച്ചു വയ്ക്കുക. ഇതാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ശരിയായിട്ടുള്ള
subshell electronic configuration.